നിധി അമ്പലത്തിലേക്ക് പോകാൻ സാരിയൊക്കെ കൊടുത്ത് റെഡിയായി നിൽക്കുകയാണ്. ആ സമയത്ത് സുധി മുല്ലപ്പൂവായിട്ട് വരും. അത് കാണുമ്പോൾ നിധിക്ക് വലിയ സന്തോഷമാവും. നിധി ആ മുല്ലപ്പൂ ചൂടുമ്പോൾ നികേഷ് ആംഗ്യത്തിൽ കാണിക്കും, സുധീഷേട്ടാ അടുത്തേക്ക് നിൽക്ക്. സുധീഷിന് ആദ്യം കാര്യം മനസ്സിലാവില്ല. പിന്നെ സുധീഷിന് മനസ്സിലാവും നികേഷ് ഫോട്ടോ എടുക്കാനാണെന്ന്. സുധീഷ് നികേഷ് പറഞ്ഞ പോലെ നിൽക്കുകയാണ്. സുനന്ദയും ഭർത്താവോടെ അങ്ങോട്ട് വന്നിട്ട് പറയും, നമുക്ക് ഒരുമിച്ച് പോവാം. സുധീഷ് പറയും, ആ അങ്ങനെ പോവാം. പക്ഷേ സുനന്ദയുടെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടാവുന്നില്ല. അവർ പറയും, അവർ വന്നോട്ടെ, നമുക്ക് വേഗം പോവാം, നമുക്ക് പോയിട്ട് കുറേ പണിയുള്ളതല്ലേ. നികേഷ് ഇങ്ങനെ മനസ്സ് പറയും, എന്ത് പണി മോനെ, നമുക്ക് ഇറങ്ങിയാലോ. അശ്വിൻ പറയാ, എന്നാ പോവാം. അവർ ആദ്യം പോവാണ്. സുഭാഷ് വന്ന് പറയും, എല്ലാവരും റെഡിയായില്ലേ. അച്ഛനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സുഭാഷ് പറയും, അച്ഛൻ രാവിലെ തന്നെ കുളിച്ച് പോയത് കണ്ടു. അമ്പലത്തിലേക്കാണോ എന്നറിയില്ല. സുധീഷ് പറയും, എങ്ങോട്ടെങ്കിലും പോട്ടെ, നമുക്ക് പോവല്ലേ. അവരമ്പലത്തിലെത്തുമ്പോൾ അവിടെ ഒരു കാര്യക്കാരനെ പോലെ അച്ഛനുണ്ടാവും. അച്ഛൻ പറയും, ഞാൻ രാവിലെ തന്നെ 2 റൗണ്ട് തൊഴുതു, കുറച്ച് പൂജകളും കഴിപ്പിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരുകളൊക്കെ പറയണം. ഇതാണ് അമ്പലത്തിൻ്റെ പ്രസിഡൻ്റേ, ഇതൊക്കെ എൻ്റെ മക്കളാണ്, എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കും. അവരോട് പറയും, നിങ്ങൾ പോയിട്ട് തൊഴുതു വാ. അത് പറഞ്ഞു കഴിയലും പിറകുന്ന അമ്മായി പറയും, അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയണം. നികേഷ് പതുക്കെ ഇങ്ങനെ പറയും, എന്ത് കാര്യം. അമ്മായി പറയും, 10-30 വർഷമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ഞങ്ങളൊക്കെ വർഷാവർഷം ഈ അമ്പലത്തിന് അതിന് വേണ്ട കാശ് കൊടുക്കുന്ന ആൾക്കാരാ. അത് മുഴുവനായിട്ട് ഇവരുടെ അടുത്ത് നിന്ന് ഈടാക്കണം, എന്നിട്ട് അവരെ അങ്ങോട്ട് കയറ്റിയാൽ മതി പ്രസിഡൻ്റ് പറയും, അത് വലിയൊരു തുകയില്ലേ. അച്ഛൻ പറയും, എടി പൂതനെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പ്രസിഡൻറ്റിനോട് സംസാരിച്ചിട്ടുണ്ട്. അശ്വൻ സുനന്ദനോട് പറയും, നമുക്ക് ഇതിലൊക്കെ ഇടപെടേണ്ട വല്ല കാര്യമുണ്ടോ. സുനന്ദ പറയും, അമ്മ ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നതാ. മണി അമ്മായിയോട് പറയും, നിങ്ങളുടെ കുടിശ്ശികയും ഞാനാണ് ഓർമ്മിപ്പിച്ചത്. അച്ഛൻ പറയും, ഓ അത് ശരി, എന്നിട്ടാണോടി നീ ഞങ്ങളെ ചട്ടം പഠിപ്പിക്കുന്നത്. പ്രസിഡന്റ് പറയും, അമ്പലത്തിന് മുന്നിൽ നിന്ന് ഒരു തർക്കം വേണ്ട, എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് തൊഴാനല്ലേ, തൊഴുത്തിട്ട് വരും. സുഭാഷ് പ്രസിഡന്റിനോട് പറയും, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തോളാം. അവർ പോയിട്ട് തൊഴുമ്പോൾ പൂജാരി വന്നിട്ട് പറയും, മക്കളാണല്ലേ, ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ എന്താ, ദേവിക്ക് കാണണമെന്ന് തോന്നിയപ്പോൾ ഇങ്ങോട്ട് വരുത്തിച്ചില്ലേ. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സുധി പറയും, അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ മുഖം കുറിപ്പിച്ച് നിൽക്കല്ല അമ്മായി, പ്രാർത്ഥിക്കുന്നതിന് ഫലം കിട്ടില്ല. നികേഷ് പറയും, പ്രാർത്ഥിക്കാൻ തന്നെ നമ്മൾ മുടിഞ്ഞു പോകണമെന്നായിരിക്കും, അത് തീരെ നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. അശ്വിൻ പറയും, സുനന്ദേ, നമുക്ക് പ്രദക്ഷിണം വെച്ച് വരാം. അത് പറഞ്ഞ് അവർ രണ്ടുപേരും പോവും. അച്ഛൻ ചോദിക്കും, എടി പൂത്തനെ, നീ പോകുന്നില്ലേ. അത് കേൾക്കുമ്പോൾ തന്നെ അമ്മായി അവിടെ നിന്ന് പോവാണ്. നിധി സുധീഷിനെ തട്ടിയിട്ട് പറയും, പ്രാർത്ഥിക്ക്. അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ അച്ഛൻ ചോദിക്കേടാ മക്കളെ, പ്രാർത്ഥിച്ചില്ലേ. ആ സമയത്ത് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാണ്. അച്ഛൻ എന്തോ ഒരു പേരും വിളിച്ചിട്ട് അയാളുടെ കൂടെ പോവും. നികേഷ്, ഇറ്റാമനോ, അങ്ങനെ ഒരു പേരൊക്കെ ഉണ്ടോ. സുധീഷനും ചിലപ്പോൾ ഈ നാട്ടിലുണ്ടാവാൻ മതി. സുഭാഷിൻ്റെ തലയിൽ കുറേ പൂവ് കാണുമ്പോൾ ചാന്ദിനി അത് തട്ടിക്കൊടുക്കും. ഇത് കാണുമ്പോൾ നികേഷ് സുധീഷിനെ തട്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ദൂരെ നിന്ന് സുനന്ദ ഇതൊക്കെ കാണുന്നുണ്ട്. സുനന്ദ സുഭാഷിനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്കത് ഇഷ്ടാവില്ല. അമ്മ ചോദിക്കും, അശ്വിനെവിടെ. സുനന്ദ പറയും, അശ്വിനെന്തോ ഫോൺ ചെയ്യാൻ പോയതാ. അശ്വിനുള്ളപ്പോൾ അമ്മ ഇങ്ങനെ വഴക്കുണ്ടാക്കരുത്. അമ്മ പറയും, അവരെന്തോ ലക്ഷ്യം വെച്ച് വന്നതാ, ആരുണ്ടെങ്കിലും ഞാനത് പറയും. സുനന്ദ പറയും, അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ, അവർക്ക് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തത് ഗംഗാധരമാമനല്ലേ. അമ്മ പറയും, അതാ എൻ്റെ സംശയം, അല്ലെങ്കിൽ അവരുടെ അച്ഛനറിയാത്ത സ്ഥലമൊന്നുമല്ലല്ലോ ഇത്. മണി അങ്ങോട്ട് വന്നിട്ട് എല്ലാവരോടും പറയും, നിങ്ങൾ വന്നത് നല്ല സമയത്താ, നാളെ ഇവിടെ ശൂലം കുത്തി ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. സുധിക്ക് ഇപ്പോഴും ഇങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ. അതെ, ഉച്ചയ്ക്ക് ഇവിടെ അന്നദാനമുണ്ട്, നിങ്ങൾ ഇതിലൂടെയൊക്കെ ഒന്ന് നടക്ക്, എന്നിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് പോയാൽ മതി. സുധീഷ് പറയും, നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നാലോ. നിധി പറയും, ആ നമുക്കെല്ലാവർക്കും പോവാം. സുഭാഷ് പറയും, ഞാനില്ല, നിങ്ങൾ പോയിട്ട് വാ. ഹരീഷിനോട് ചോദിക്കുമ്പോൾ ഹരീഷ് പറയും, എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട്. നികേഷിനോട് ചോദിക്കുമ്പോൾ നികേഷ് പറയും, എനിക്ക് ഫോണൊന്നും ചെയ്യാനില്ല, പക്ഷെ ഞാൻ വരുന്നില്ല. ചാന്ദിനി വരുന്നില്ല എന്ന് പറയും. സുധീഷ് പറയും, എന്നാൽ നമുക്ക് പോയിട്ട് വരാമല്ലേ നിധി. അവർ രണ്ടുപേരും കൂടി കുറച്ച് നടക്കാണ്. നിധി ചോദിക്കും, അച്ഛൻ്റെ വീട് ഇപ്പോൾ കണ്ടെത്തിയില്ലേ, അതുപോലെ അമ്മയുടെ വീട് എവിടെയാണ്. സുധീഷ് പറയും, ഇത്ര കാലമായിട്ട് ഇപ്പോഴാണ് അച്ഛൻ്റെ നാട് കണ്ടെത്തിയത്, അമ്മയുടെ നാട് എവിടെയാണെന്ന് അറിയില്ല. അമ്മ മരിക്കുന്നവരെ അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മയുടെ അമ്മ മാത്രമേ അങ്ങോട്ട് വരാറുള്ളൂ. അമ്മ മരിച്ചതിന് ശേഷം പിന്നെ അവരും വരാതായി. അതിനുശേഷം അമ്മയും അച്ഛനും ഒക്കെ ദാ ആ നിൽക്കുന്ന ആളാ. അത് പറഞ്ഞ് സുഭാഷിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ചോദ്യം വേണമെങ്കിൽ സുഭാഷ് ചേട്ടനോട് ചോദിച്ചു നോക്കാം. അവർ സുഭാഷിൻ്റെ അടുത്ത് പോകാൻ നിൽക്കുമ്പോൾ ചാന്ദിനി സുഭാഷിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. അത് കാണുമ്പോൾ സുധി പറയും, ഏയ് ഇപ്പം അങ്ങോട്ട് പോകണ്ട. നിധിക്ക് അതെന്താ, നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് തന്നെ മനസ്സിലായില്ലേ, സുഭാഷ് ചേട്ടന് ചാന്ദിനിയോട് സംസാരിക്കാനാ. നിധി പറയും, ഏയ് അങ്ങനെയൊന്നുമല്ല, ഇങ്ങനത്തെ കള്ളത്തരമൊന്നും ഇല്ലാത്തൊരൊറ്റ ആളേ ഉള്ളൂ സുഭാഷ് ചേട്ടൻ. സുധീഷ് ചോദിക്കും, അപ്പം ഞാനോ, നിങ്ങളാണ് ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ കള്ളൻ. സുധീഷിന് അതിന് മറുപടി ഉണ്ടാവില്ല. അവർ സുഭാഷിൻ്റെ അടുത്തേ ചെല്ലും. എന്നിട്ട് അമ്മയുടെ വീടിനെ പറ്റി സുഭാഷിനോട് ചോദിക്കും. സുഭാഷ് ചോദിക്കും, എന്തിനാ ഇപ്പം അത്, അവരൊന്നും എവിടെയാണെന്ന് പോലും അറിയില്ല.
ഇത്രയും കാലം ബന്ധമില്ലാത്തവർ ഇനി നമ്മൾ പോയിട്ടും ബന്ധമൊന്നും ഉണ്ടാവില്ലല്ലോ. സുഭാഷേക്കും നിങ്ങൾ വരുന്നോ? സുധി അറിയില്ല, നിങ്ങൾ നടന്നോ, ഞങ്ങൾ ഒന്നുകൂടെ കറങ്ങിയിട്ട് വരാം. സുഭാഷ് പോകുന്നത് കാണുമ്പോൾ നിധിയോട് പറയും, അവർ നല്ല ചേർച്ചയുണ്ടല്ലേ. നിധി പക്ഷേ അതിനൊന്നും പറയില്ല. സുധിക്കും, നിധി നമുക്ക് കുറച്ച് ഫോട്ടോ എടുത്താലോ? നിധി പറയും, ആ എടുക്കാം. സുധീഷ് നിധിയുടെ കുറേ ഫോട്ടോസ് എടുത്ത് കൊടുക്കുകയാണ്. നമുക്ക് സെൽഫി എടുത്താലോ? അവർ കുറച്ച് സെൽഫി എടുക്കും. നിധിയുടെ തോളിൽ കൈയിട്ട് എടുക്കാൻ നോക്കുമ്പോൾ നിധി പറയും, അത് വേണ്ട. സുധീനെ വേണ്ട അല്ലേ. അവർ സുഭാഷിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവരൊക്കെ അവിടെ പായസം കുടിക്കായിരിക്കും. മണി സുധിക്കും നിധിക്കും കൂടെ പായസം കൊടുക്കും. അവിടെ തൊഴാൻ വരുന്ന ഒരു കുടുംബം സുഭാഷിനെ കാണുമ്പോഴേക്കും, നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, പുതിയ ആൾക്കാരല്ലേ. മണി അമ്മായിയെ കാണിച്ചു കൊടുത്തിട്ട് പറയും, അവരുടെ ഏട്ടൻ്റെ മക്കളാ, ഭാസ്കരേട്ടൻ്റെ എന്ന് പറഞ്ഞ് ഭാസ്കരനെ കാണിച്ചു കൊടുക്കും. അവരേക്കും ഭാര്യയെ കൊന്ന് ജയിലിൽ പോയ ആളുടെ. അമ്മായി പറയും, അത് തന്നെ. അതും പറഞ്ഞ് അമ്മായി പിന്നെ പറയാൻ തുടങ്ങാണ്. അച്ഛൻ വേഗം അവിടുന്ന് എണീറ്റ് പോവും. മണി പറയും, എൻ്റെ ലളിതെടുത്തി, ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിയാത്തൊരു കഥ, വെറുതെ അത് പറഞ്ഞുകൊണ്ടിരിക്കണോ. അമ്മായി പറയും, മണി നീ ഇവിടെ വന്നിട്ട് കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ. അമ്പലത്തിലേക്ക് വരുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഏജൻറ്റിനെ എല്ലാവരും നല്ലതായിട്ടേ തോന്നും. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ലല്ലോ. സുഭാഷും അത് സത്യമല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും. പക്ഷെ അമ്മായി പറയും, ഞാൻ മാത്രമല്ലല്ലോ, ഈ നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ടല്ലോ അതൊക്കെ. അമ്മായി അങ്ങനെ പറഞ്ഞിട്ടും സുധീഷും സുഭാഷും ആരും ഒന്നും പറയുന്നില്ല.